Hi, hello, my dear students. We are starting part 3 video of our chapter 7 through the sandy expanse. പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ കുട്ടികളെ നമ്മുടെ സെക്കൻഡ് ടേം പോർഷനായ ചാപ്റ്റർ 7 ത്രൂ ദ സാൻഡി എക്സ്പാൻസ് 2 പാർട്ടുകൾ ഓൾറെഡി ടീച്ചർ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണണം. പാർട്ട് 1 പാർട്ട് 2 വീഡിയോയിലാണ് നമ്മുടെ ഡെസേർട്സിൻ്റെ ആ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് 1-ലുണ്ട്. പാർട്ട് 2 വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നമ്മുടെ ഥാർ ഡെസേർട്ടിനെ പറ്റിയുള്ള വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഥാർ ഡെസേർട്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ പാർട്ട് 2 വീഡിയോയിലുണ്ട്. ഇത് പാർട്ട് 3 വീഡിയോയാണ്. സാൻഡി പ്രദേശങ്ങളിൽ, അതായത് ഡെസേർട്ടുകളിൽ പൊതുവായിട്ട് കാണുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്കറിയാം, ഡെസേർട്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, പർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഉള്ള പ്രദേശങ്ങളാണ് ഈ ഡെസേർട്ടുകൾ. ഡെസേർട്ടുകളിൽ കാണുന്ന ലാൻഡ് ഫോംസ് മറ്റൊരിടത്തും നമുക്ക് കാണാൻ പറ്റുകയില്ല. ഡെസേർട്ടിൽ മാത്രമേ അത്രയും ലാൻഡ് ഫോംസ് കാണാൻ പറ്റുകയുള്ളൂ. ഏതൊക്കെയാണ് ഡെസേർട്ടിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ലാൻഡ് ഫോംസ് എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സെക്കൻഡ് ടൈം പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിച്ചൊന്ന് പഠിച്ചോണേ. ഏതൊക്കെയാണ് ഡെസേർട്സിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ്, അത് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് കഴിഞ്ഞ പാർട്ട് 2 വീഡിയോയിൽ വേണ്ട ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയുകയാണ്. ദ സലൈനിറ്റി, നമ്മൾ ഥാർ ഡെസേർട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു, അവിടെയുള്ള സാമ്പാർ ലേക്ക് എന്ന് പറയുന്നത് സോൾട്ട് കിട്ടുന്ന ലേക്കാണ്. അതെ, അവിടുന്ന് സോൾട്ട് നമുക്ക് കിട്ടും. അപ്പം ലേക്കിൽ നിന്ന് സോൾട്ട് കിട്ടും. അവിടെ ഭയങ്കര സലൈനിറ്റി ഉള്ള പ്രദേശങ്ങളാണ് അവിടുത്തെ ലേക്സൊക്കെ, വാട്ടർ ബോഡീസ്. സാധാരണ നമുക്കറിയാം ഫ്രഷ് വാട്ടർ ബോഡീസാണ് സാധാരണ സ്ഥലങ്ങളിലൊക്കെ കാണുന്നത്. ഓഷനിൽ മാത്രമാണ് എന്തുള്ളത്, ഈ സോൾട്ട് ഉള്ളത്. ഓഷ്യൻ വാട്ടറിൽ സോൾട്ട് ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓഷ്യൻ വാട്ടറിൽ നിന്നാണ് നമ്മൾ സോൾട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ മരുഭൂമി പ്രദേശത്ത് കാണുന്ന വാട്ടർ ബോഡീസിൽ സലൈനിറ്റി ഉണ്ട്, സോൾട്ട് കിട്ടും. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഡെസേർട്ടിലെ വാട്ടർ ബോഡീസ് അതിനകത്ത് ഈ സോൾട്ട് കാണുന്നത്, സലൈനിറ്റി കാണുന്നത്? ഒന്നാമത്തെ അതിൻ്റെ റീസൺ ഹൈ ഇവാപ്രേഷൻ. നമുക്കറിയാം, ഈ ഡെസേർട്ട്സ് ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളാണ്. ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹൈ ഇവാപ്രേഷൻ, ഭയങ്കരമായ ബാഷ്പീകരണം നടക്കും. അങ്ങനെ ഈ വാട്ടർ ബോഡീസിലെ വെള്ളം വലിയ തോതിൽ ഇവാപ്രേഷനിലൂടെ പോകുമ്പോൾ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ അവിടെ സലൈനിറ്റി ഉണ്ടാകും. ഓക്കെ, സോൾട്ട് അക്യുമുലേഷൻ ഫ്രം വെതേർഡ് റോക്സ്. ഈ ഇതുപോലുള്ള ഡെസേർട്സിൽ കാണപ്പെടുന്ന റോക്കുകൾ വെതറിങ്ങിലൂടെ പൊടിയും, അല്ലേ, റോക്സ് പൊടിയും. അതിനകത്ത് ധാരാളം സോൾട്ട് കണ്ടൻ്റ് ഉണ്ട്. ഇത് കാറ്റിലൂടെയും മറ്റ് ഏതെങ്കിലുമൊക്കെ എക്സ്റ്റേണൽ ഏജൻസികളിലൂടെ എവിടെ എത്തും? വാട്ടർ ബോഡീസിലെത്തും. അതും അവിടെ സോൾട്ട് ഉണ്ടാകാനുള്ള കാരണമാണ്. അപ്പം നമ്മുടെ ഡെസേർട്സിൽ കാണപ്പെടുന്ന റോക്സിൽ കൂടുതൽ സോൾട്ട് കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഈ റോക്സ് വെതറിങ്ങിലൂടെ പൊടിയുമ്പോൾ ഈ റോക്ക് പാർട്ടിക്കിൾസ് വാട്ടർ ബോഡീസിൽ എത്തുകയും അവിടുത്തെ സലൈനിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. സോൾട്ട് അക്യുമുലേഷൻ ഫ്രം വെതേർഡ് റോക്സ്. തേർഡ് റീസണായിട്ട് പറയുന്നത് ഇൻസഫിഷ്യൻറ്റ് വാട്ടർ ടു ഡിസോൾവ് ആൻഡ് വാഷ് അവേ സോൾട്ട്. നമുക്കറിയാം, വാട്ടർ കൂടുതൽ വാട്ടർ ബോഡീസിലുണ്ടെങ്കിൽ സോൾട്ട് കണ്ടൻറ്റ് കുറയും. നമുക്കൊരു പാത്രത്തിലെ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് നമ്മൾ സോൾട്ട് ഇട്ട് കലക്കി അതിലേക്ക് കുറേ വെള്ളം നമ്മൾ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിലെ സോൾട്ടിൻ്റെ കണ്ടൻറ്റ്, ഉപ്പ് രസം കുറഞ്ഞു വരും. എന്നാൽ ഈ ഡെസേർട്സിലെ വാട്ടർ ബോഡീസിൽ സലൈനിറ്റി കൂടുതൽ കാരണം എന്താ? അവിടെ ഇൻസഫിഷ്യൻ്റ് ആണ് വാട്ടർ ബോഡീസിൽ വെള്ളം വളരെ കുറവാണ്. കാരണം എന്താണ്? റെയിൻഫോൾ വളരെ കുറവാണ്. 25 സെൻറ്റിമീറ്ററിലും ലോ ആണ് റെയിൻഫോൾ. അതുകൊണ്ട് തന്നെ വാട്ടർ ബോഡീസിൽ ഇൻസഫിഷ്യൻറ്റ് വാട്ടറാണ്. അപ്പോൾ ഉള്ള വാട്ടറിനകത്തെ സലൈനിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഡിസോൾവ് ചെയ്യാനുള്ള വാട്ടർ ഇല്ല. ദാറ്റ് ഈസ് ദ തേർഡ് റീസൺ. അപ്പോൾ സലൈനിറ്റി കൂടിയിരിക്കാനുള്ള 3 റീസൺസ് എന്തൊക്കെയാണ്? ഹൈ ഇവാപ്രേഷൻ, ദെൻ വെതറിങ്ങിലൂടെ വരുന്ന സോൾട്ട് അക്യുമുലേഷൻ, അടുത്തത് ഇൻസഫിഷ്യൻറ്റ് വാട്ടർ ടു ഡിസോൾവ് ദ സലൈനിറ്റി ഓർ ടു വാഷ് അവേ സോൾട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലാൻഡ് ഫോംസിലേക്ക് കയറാം. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ഇൻ ഹോട്ട് ഡെസേർട്സ്? ഹോട്ട് ഡെസേർട്സിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്? ഡിഫ്ലേഷൻ ഹോളോസ്, കേവ്സ്, മഷ്റൂം റോക്സ് ആൻഡ് സാൻഡ് ഡ്യൂൺസ്. ഡീഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത് ഡീഫ്ലേഷനിലൂടെ ഉണ്ടാകുന്ന വലിയ കുഴികൾ, ഹോളോസ്.
ദെൻ കേവ്സ്, നമ്മുടെ ഡെസേർട്സിലൊക്കെ കാണപ്പെടുന്ന കേവുകൾ. ദെൻ മഷ്റൂം റോക്സ്, മഷ്റൂമിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന റോക്സ്. എന്താണ് മഷ്റൂം? നമ്മൾ മലയാളത്തിൽ എന്താ മഷ്റൂമിന് പറയുന്നത്? കൂൺ. കൂൺ ശിലയെന്ന് മലയാളത്തിൽ പറയും. ഡീഫ്ലേഷൻ ഹോളോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫ്ലേഷനിലൂടെ, അതായത് മണ്ണ് ഡീഫ്ലേഷനിലൂടെ മാറിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുഴികൾ, വലിയ മണൽ കുഴികൾ, അതാണ് ഡീഫ്ലേഷൻ ഹോളോസ്. കേവ്സ് എന്ന് പറഞ്ഞാൽ ഗുഹ പോലെ നിൽക്കുന്ന, നമുക്ക് പിക്ചറൊക്കെ കാണാം. കേവ്സ് ഡിഫ്ലേഷനാണ് അവിടെയും സംഭവിക്കുക. മഷ്റൂം റോക്ക് അവിടെയും ഡിഫ്ലേഷനാണ്. സാൻഡ് ഡ്യൂൺസ് അവിടെ എന്താണ്? ഡെപ്പോസിഷനാണ് സാൻഡ് ഡ്യൂൺസ്. ഓക്കെ, അപ്പോൾ സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ മണൽ കുന്നുകൾ എന്നാണ് അതിൻ്റെ മലയാളം. മണൽ കുന്നുകൾ അത് പല ഷേപ്പിലും പല വലിപ്പത്തിലുമുണ്ട്, സൈസിലുമുണ്ട്. അപ്പോൾ സാൻഡ് ഡ്യൂൺസിൻ്റെ സൈസും ഷേപ്പും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാം തന്നെ മണ്ണ് കൂടിക്കടന്നുണ്ടാകുന്ന മണ്ണ് മലകളായിരിക്കും. മണ്ണ് എന്താണ്? ചെറിയ ഇങ്ങനെ ഹൈറ്റിൽ നിൽക്കുന്നതായിരിക്കും സാൻഡ് ഡ്യൂൺസ്. മഷ്റൂം റോക്സ് അവിടെ കാണപ്പെടുന്ന കൂണിൻ്റെ ആകൃതിയിലുള്ള റോക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ഡെസേർട്സിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ്. ഇതിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കണം. ഡിഫ്ലേഷൻ ഹോളോസ്, കേവ്സ്, മഷ്റൂം റോക്സ് ആൻഡ് സാൻഡ് ഡ്യൂൺസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡീഫ്ലേഷൻ ആൻഡ് അബ്രാഷൻ. എന്താണ് ഡീഫ്ലേഷൻ, എന്താണ് അബ്രാഷൻ? ഈ രണ്ട് പ്രോസസ്സും ഡെസേർട്സിൽ സംഭവിക്കുന്നുണ്ട്. ഡീഫ്ലേഷൻ, ദ ടൈപ്പ് ഓഫ് ഇറോഷണൽ പ്രോസസ് ത്രൂ വിച്ച് ദ സാൻഡ് ഈസ് ബ്ലോൺ എവേ വിത്ത് ബൈ വിൻഡ് ഈസ് കോൾഡ് ഡീഫ്ലേഷൻ. ഇതൊരു ഇറോഷണൽ പ്രോസസ്സാണ് ഡീഫ്ലേഷൻ. സാൻഡ് വിൻഡിലൂടെ മാറ്റപ്പെടുന്നു. ബ്ലോൺ എവേ ബൈ വിൻഡ്, സാൻഡ് വിൻഡിലൂടെ, വിൻഡിൻ്റെ ആക്ഷൻ കൊണ്ട്. നമുക്കറിയാം എക്സ്റ്റേണൽ ഏജൻസ് സാൻഡിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഡെസേർട്ടിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ ഏജൻറ്റ് ഏതാണ്? വിൻഡാണ്. കാറ്റിൻ്റെ പ്രവർത്തനം ഡെസേർട്സിൽ വളരെ കൂടുതലാണ്. കാരണം എന്താണ്? കാറ്റിൻ്റെ വെലോസിറ്റിയെ തടയാനുള്ള ഒന്നും തന്നെ ഡെസേർട്സിലില്ല. അതുകൊണ്ട് കാറ്റ് കണ്ടമാനം അതിൻ്റെ പ്രവർത്തനം നടത്തും. ഇങ്ങനെ കാറ്റിലൂടെ, ഇറോഷനിലൂടെ ഉണ്ടാകുന്ന മണ്ണും റോക്സ് പാർട്ടിക്കിൾസും ഒക്കെ നീക്കം ചെയ്യപ്പെടുന്ന, ബ്ലോൺ എവേ ആകുന്ന ആ ഒരു പ്രോസസ്സാണ് ഡീഫ്ലേഷൻ. ദ ടൈപ്പ് ഓഫ് ഇറോഷണൽ പ്രോസസ് ത്രൂ വിച്ച് ദ സാൻഡ് ഈസ് ബ്ലോൺ എവേ ബൈ വിൻഡ് ഈസ് കോൾഡ് ഡീഫ്ലേഷൻ. എക്സാമ്പിൾ, ഡീഫ്ലേഷൻ ഹോളോസ് ആൻഡ് കേവ്സ്. അപ്പോൾ ഡെസേർട്സിൽ കാണപ്പെടുന്ന ഡീഫ്ലേഷൻ ഹോളോസും കേവ്സും എല്ലാം ഡീഫ്ലേഷനിലൂടെ സംഭവിക്കുന്നതാണ്. ദെൻ അബ്രാഷൻ, സ്ട്രോങ് ഡെസേർട്ട് വിൻഡ് carry sandy grains and other rock particles. These rub strongly against the numerous rock outcrops and wear them down. അബ്രാഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ വിൻഡിലൂടെ ക്യാരി ചെയ്യപ്പെട്ട് വരുന്ന സാൻഡ് ഗ്രെയിൻസ്. എന്താണ് സാൻഡ് ഗ്രെയിൻസ്? ചെറിയ ചെറിയ റോക്കിൻ്റെ കട്ടകൾ, അതായത് റോക്ക് പാർട്ടിക്കിൾസ്, സാൻഡ് ഗ്രെയിൻസ്. ഇതെന്ത് ചെയ്യും? അവിടെയുള്ള റോക്കിനെ ഉരസും. ഈ ഒരയ്ക്കലാണ് അബ്രാഷൻ. മറ്റേന്ന് പറഞ്ഞാൽ ഒരയ്ക്കലൊന്നും നടക്കത്തില്ല. ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ സാൻഡ് പാർട്ടിക്കിള് വിൻഡിലൂടെ അവിടുന്ന് നീക്കം ചെയ്യപ്പെട്ട് അവിടെ ഒരു ഹോൾസ് ഉണ്ടാകുന്നു, അവിടെ കേവ്സ് ഉണ്ടാകുന്നു. അത് അത്രയേ ഉള്ളൂ. എന്നാൽ അബ്രാഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുറച്ചുകൂടി സൈസുള്ള സാൻഡിൻ്റെ ഗ്രെയിൻസ് വിൻഡിലൂടെ ക്യാരി ചെയ്യപ്പെടുകയും അത് അവിടെ നിൽക്കുന്ന റോക്കിനെ ഉരയ്ക്കുകയും ചെയ്യും. നിരന്തരമായി ഇങ്ങനെ സാൻഡ് വന്ന് ഉരയുന്നതിലൂടെ അവിടെ വെതറിങ് സംഭവിക്കുന്നു. ആ റോക്ക് ചെറുതായിട്ട് പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നു. ഈ ഒരു പ്രോസസ്സാണ് അബ്രാഷൻ. ഡിഫ്ലേഷനിൽ ഉരയ്ക്കൽ നടക്കുന്നില്ല. വെറുതെ ഒരിടത്തുനിന്ന് മറ്റുള്ളടത്തേക്ക് നീങ്ങിപ്പോകുന്നു, അവിടെ ഒരു ഹോളോ രൂപപ്പെടുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ അബ്രാഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? വിൻഡിലൂടെ സാൻഡ് ഗ്രെയിൻസ് നീക്കവും ചെയ്യപ്പെടണം. ആ സാൻഡ് ഗ്രെയിൻ്റെ അവിടെ നിൽക്കുന്ന വലിയ റോക്കിനെ ഉരയ്ക്കണം. അവിടെ ഉരയ്ക്കൽ സംഭവിച്ച് അവിടെ വെതറിങ് സംഭവിക്കണം. ഓക്കെ, ദിസ് ഇറോഷണൽ പ്രോസസ് ഈസ് കോൾഡ് അബ്രാഷൻ. അവിടെയും ഇറോഷൻ സംഭവിക്കുന്നുണ്ട്. ആർക്കാണ് ഇറോഷൻ സംഭവിക്കുന്നത്? അവിടെ നിൽക്കുന്ന വലിയ ബ്ലോക്ക് ഓഫ് റോക്സിനാണ്. റോക്കിൻ്റെ വലിയ ബ്ലോക്കുകൾ നിൽക്കുന്നു, അവിടെയാണ് ഉരയ്ക്കൽ സംഭവിക്കുക.
അവിടെ ഇറോഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്നതാണ് മഷ്റൂം റോക്ക്. ഒരു ചതുരത്തിൽ നിൽക്കുന്ന വലിയൊരു റോക്കിനെ ഇങ്ങനെ അബ്രാഷൻ സംഭവിച്ച് അതൊരു മഷ്റൂമിൻ്റെ ആകൃതിയിലേക്ക് അത് അവിടെ ഉണ്ടാകുന്നു. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മഷ്റൂം റോക്ക്. അപ്പോൾ മഷ്റൂം റോക്ക് ഉണ്ടാകുന്നത് അബ്രാഷനിലൂടെയാണ്. ഡിഫ്ലേഷനിലൂടെ ഉണ്ടാകുന്നതാണ് ഹോളോസും കേവ്സും. മനസ്സിലായല്ലോ? ഡിഫ്ലേഷനും അബ്രാഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിഫ്ലേഷനിലൂടെ സാൻഡ് വിൻഡിലൂടെ നീക്കുന്നു. അബ്രാഷനിൽ സാൻഡ് ഗ്രെയിൻസ് ആണ് നീക്കപ്പെടുക. അത് റോക്കിനെ റബ്ബ് ചെയ്ത് അവിടെ അതിൻ്റെ ചെറിയ പീസസ് ആക്കി അതിനെ താഴേക്ക് വെതറിങ്ങിലൂടെ താഴേക്ക് ഇടുന്നു. വെയർ ദം ഡൗൺ. ഓക്കെ, മഷ്റൂം റോക്കാണ് അബ്രാഷൻ എക്സാമ്പിൾ. ഹോളോസും കേവ്സുമാണ് ഡീഫ്ലേഷൻ എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് ഈ ഇതിൻ്റെ പിക്ചറൊക്കെ ഒന്ന് കാണാം. ഡീഫ്ലേഷനിലൂടെ ഉണ്ടാകുന്ന ഹോളോസ് നിങ്ങൾക്ക് ഫസ്റ്റ് പിക്ചറിൽ കാണാം, കേവ്സ് രണ്ടാമത്തെ പിക്ചറിൽ കാണാം. ഓക്കെ, when wind blows strongly and persistently in one direction, shallow depressions are formed through deflation. വിൻഡ് ഒരേ സ്ഥലത്തേക്ക് ബ്ലോ ചെയ്യുമ്പോൾ സാൻഡ് അവിടുന്ന് നീക്കം ചെയ്യപ്പെടുകയും അവിടെ ചെറിയ ഷാലോ ഡിപ്രഷൻസ് കാണുകയും ചെയ്യുന്നു. എന്താണ് ഡിപ്രഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? കുഴികൾ കാണപ്പെടുന്നു. ഓക്കെ, ദേ ആർ deflation hollows. These shallow depressions are called deflation hollows. Caves are also formed in rocks as a result of continuous deflation over a period of time. ഇതുപോലുള്ള കേവ്സ് ഒക്കെ രൂപപ്പെടണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിഫ്ലേഷൻ ഒരു ലോങ് പീരീഡ് സംഭവിക്കണം. അല്ലാതെ 1-2 മാസങ്ങൾ കൊണ്ടോ 1-2 വർഷങ്ങൾ കൊണ്ടോ ഇതുപോലൊരു കേവ് ഒന്നും രൂപപ്പെടുകയില്ല. ഇതുപോലൊരു കേവായിട്ട് മാറണമെങ്കിൽ ഡിഫ്ലേഷൻ എത്ര നാൾ നടക്കണം? ലോങ് പീരീഡ് നടക്കണം. അപ്പോൾ ഡിഫ്ലേഷനിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ് ഹോളോസ്. അതുപോലെ തന്നെയാണ് കേവ്സും. ഒരേ സൈഡിലേക്ക് വിൻഡ് ത്രൂ ഔട്ട് ബ്ലോ ചെയ്യുമ്പോഴാണ് ഡെസേർട്ട്സിൽ ഇത് രണ്ട് രൂപപ്പെടുക. ഓക്കെ, അവിടെയുള്ള മണ്ണിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ദ വിൻഡ് ക്യാരി ദ സാൻഡ് ഫ്രം വൺ പർട്ടിക്കുലർ ഏരിയ ടു അനദർ ഏരിയ. സോ ഹോളോസ് ആർ ഫോംഡ്. ഡിഫ്ലേഷൻ ഹോളോസ്. ദെൻ മഷ്റൂം റോക്ക് അബ്രാഷനിലൂടെയാണ് ഉണ്ടാകുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു റബ്ബിങ് സംഭവിക്കുന്നുണ്ട്. റബ്ബിങ് വരുന്ന സാൻഡ് ഗ്രെയിൻസ് റോക്കിനെ റബ്ബ് ചെയ്യുന്നു. ഓക്കെ, ദ വിൻഡ് ക്യാൻ ലിഫ്റ്റ് റോക്ക് പാർട്ടിക്കിൾസ് ഓൺലി അപ് ടു എ സർട്ടൺ ഹൈറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ സൈസ്. വിൻഡിന് ഇങ്ങനെയുള്ള സാൻഡ് ഗ്രെയിൻസിനെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ അതിനെ ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലും ഹൈറ്റിലേക്ക് അതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാനുള്ള കഴിവൊന്നും വിൻഡിനില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ വിൻഡ് സാൻഡ് ഗ്രെയിൻസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. ദ പോർഷൻ ഓഫ് ദ റോക്ക് സബ്ജക്റ്റഡ് ടു ഹൈ റേറ്റ് ഓഫ് അബ്രാഷൻ വെയർ ഔട്ട് കൺസിഡറബിളി മോർ. ഈ റോക്കിലേക്ക് നിങ്ങൾ നോക്കിക്കേ, അതിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു അബ്രാഷനും സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? അവിടം വരെ വിൻഡ് ഈ സാൻഡ് ഗ്രെയിൻസിനെ ക്യാരി ചെയ്തു പോകാനുള്ള ശേഷി ആർക്കില്ല? വിൻഡിനില്ല. അപ്പോൾ ആ റോക്കിൻ്റെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെയാണ് അബ്രാഷൻ സംഭവിക്കുക. അതുകൊണ്ടാണ് അത്രയും സ്ഥലത്ത് മാത്രമേ ഈ റബ്ബിങ് സംഭവിക്കുന്നുള്ളൂ. അവിടെയാണ് വെതറിങ്ങിലൂടെ കുറച്ച് റോക്കിനെ പൊടിച്ച് താഴെ കളയുന്നത്. ഓക്കെ, അവിടെ മാത്രമേ റോക്കിന് ഒരയ്ക്കൽ സംഭവിക്കുന്നുള്ളൂ. അവിടെ മാത്രമേ റോക്ക് പൊടിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് മഷ്റൂം റോക്ക് എന്ന് പറയുന്നത്. ഒരു മഷ്റൂം ആകൃതിയിൽ വരുന്നത്. മുകൾ ഭാഗം എന്തുകൊണ്ട് പൊടിഞ്ഞു പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുക. മുകൾ ഭാഗത്തേക്ക് കാറ്റിനെ ഈ റബ്ബ് ചെയ്യാനുള്ള സാൻഡ് ഗ്രെയിൻസിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത്രയും ഹൈറ്റിലേക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുകയില്ല. അവിടെ അങ്ങനെ തന്നെ നിൽക്കും. എന്നാൽ ഈ റോക്കിൻ്റെ താഴെ ഭാഗം പൊടിയുകയും ചെയ്യും. അപ്പോൾ റോക്കിന് ഏത് ഷേപ്പ് വരും? മഷ്റൂം എന്ന് പറയുന്ന ആ ഒരു ഷേപ്പ് വരും. ദ പോർഷൻ ഓഫ് ദ റോക്ക് സബ്ജക്റ്റ് ടു ഹൈ റേറ്റ് ഓഫ് അബ്രാഷൻ വെയർ ഔട്ട് കൺസിഡറബിളി മോർ. അപ്പോൾ ഇവിടെ കൂടുതൽ വെയർ ഔട്ട് സംഭവിക്കുന്നു, അവിടെ കൂടുതൽ റോക്ക് പൊടിയുന്നു. ആസ് ദ റോക്ക് വെയർ ഔട്ട് ഇൻ ദിസ് മാനർ മഷ്റൂം ലൈക്ക് ലാൻഡ് ഫോംസ് ആർ ക്രിയേറ്റഡ്. മുകളിലൂടെ ഫാനിന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവിടെ കൂടെ പൊടിഞ്ഞു പോയേനെ. അപ്പോൾ ഈ പറയുന്ന മഷ്റൂമിൻ്റെ ഷേപ്പ് കിട്ടത്തുമില്ല. മുകൾ ഭാഗത്തേക്ക് കാറ്റിന് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് മഷ്റൂം ഷേപ്പിലേക്ക് വരുന്നത്. ഇവിടെ സംഭവിക്കുന്ന പ്രോസസ്സ് ഏതാണ്? അബ്രാഷൻ, റബ്ബിങ്. ദീസ് ലാൻഡ് ഫോംസ് ആർ കോൾഡ് മഷ്റൂം റോക്സ്.
ഓക്കെ, അപ്പോൾ സാൻഡിനെ ലിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഹൈറ്റിനൊരു പരിധിയുണ്ട്. റോക്കിൻ്റെ ഒരു പ്രത്യേക ഹൈറ്റ് വരെ റബ്ബിങ് സംഭവിക്കുന്നുള്ളൂ, അബ്രാഷൻ സംഭവിക്കുന്നുള്ളൂ, വെയർ ഔട്ട് സംഭവിക്കുന്നുള്ളൂ. സോ മഷ്റൂം ഷേപ്പിലേക്ക് വരുന്നു. വി കോൾ ദാറ്റ് ലാൻഡ് ഫോം മഷ്റൂം റോക്സ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ദെൻ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ്. ഇനിയും ഒരു സ്ഥലത്തു നിന്ന് സാൻഡിനെ വിൻഡ് ക്യാരി ചെയ്ത് പോകുമ്പോൾ വേറൊരു സ്ഥലത്ത് അത് പോയി ഡെപ്പോസിറ്റ് ആകും. വിൻഡിനെ ലോങ് ഡിസ്റ്റൻസിലേക്ക് ക്യാരി ചെയ്ത് പോകാൻ പറ്റുകയില്ല. കാരണം എന്താണ്? വിൻഡിൻ്റെ വെലോസിറ്റി കുറയുമ്പോൾ അതെടുത്തുകൊണ്ട് പോകുന്ന സാൻഡ് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നാച്ചുറലി അത് താഴെ പോകും, അല്ലേ? അങ്ങനെ ഡെപ്പോസിഷൻ സംഭവിക്കും. വിൻഡിൻ്റെ ഡെപ്പോസിഷനിലൂടെ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സാൻഡ് ഡ്യൂൺസ് ആണ്, മണൽ കൂനകളാണ് അങ്ങനെ സംഭവിക്കുക. മണൽ കൂനകൾ, സാൻഡ് ഡ്യൂൺസ്. ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ബൈ വിൻഡ്, സാൻഡ് ഡ്യൂൺസ്. സാൻഡ് ഡ്യൂൺസിൻ്റെ സൈസും ഷേപ്പും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. How these sand dunes are formed in deserts? Which are the different types of sand dunes? Depending on its velocity, the wind sorts out sandy grains according to their size and carries them away. വിൻഡ് അതിൻ്റെ വെലോസിറ്റി അനുസരിച്ച് അത് ആ കിട്ടുന്ന സാൻഡിനെ, സാൻഡ് ഗ്രെയിൻസിനെ അത് സോർട്ട് ചെയ്യുകയും, എന്താണ് സോർട്ടിങ്? ചെറുതും വലുതുമായിട്ട് സോർട്ട് ചെയ്യുകയും അതിൻ്റെ സൈസ് അനുസരിച്ച് അതിനെ ക്യാരി ദം എവേ, അതിനെ ഒന്ന് സോർട്ട് ചെയ്തിട്ടാണ് ക്യാരി ചെയ്യുന്നത്. വെൻ ദ വെലോസിറ്റി ഓഫ് ദ വിൻഡ് ഡിക്രീസസ്, വിൻഡിൻ്റെ വെലോസിറ്റി, വിൻഡിൻ്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ, ദ സാൻഡ് ഗ്രെയിൻസ് ക്യാരിഡ് എവേ ബൈ ദ വിൻഡ് ആർ ഡെപ്പോസിറ്റഡ്. അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ആകുമ്പോൾ അത് താഴേക്കിടുന്നു, സാൻഡിനെ താഴേക്കിടുന്നു. ദേ ആർ ഡെപ്പോസിറ്റഡ്. These deposited sand grains gradually pile up. അത് ക്രമേണ അത് വലുതാവുകയും, pile up, what is the meaning? അത് മുകളിലേക്ക് വളരുകയും, and various depositional landforms are created with different shape and different size. ഇങ്ങനെ താഴേക്ക് വീഴുന്ന സാൻഡ് ഗ്രെയിൻസ് പൈലപ്പ് ആവുകയും മുകളിലേക്ക് വളരുകയും പല ഷേപ്പിലും പല സൈസിലുമുള്ള ലാൻഡ് ഫോംസ്, സാൻഡ് ഡ്യൂൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ദീസ് ലാൻഡ് ഫോംസ് ആർ കോൾഡ് സാൻഡ് ഡ്യൂൺസ്. സാൻഡ് ഡ്യൂൺസ് ആർ ഡിഫറെൻറ്റ് ഷേപ്പ്, ഡിഫറെൻറ്റ് സൈസ്. അത് ഏതൊക്കെയാണ്? ബർക്കൻസ്, പാരബോളിക് സാൻഡ് ഡ്യൂൺസ്, സേഫ് സാൻഡ് ഡ്യൂൺസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സാൻഡ് ഡ്യൂൺസ്, ലീനിയർ സാൻഡ് ഡ്യൂൺസ്, ട്രാൻസ്വേഴ്സ് സാൻഡ് ഡ്യൂൺസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡ് ഡ്യൂൺസ്. സാൻഡ് ഡ്യൂൺസ് പല ഷേപ്പിലും പല സൈസിലും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഷേപ്പും സൈസും വെച്ച് നമുക്കതിനെ പല രീതിയിൽ തിരിക്കാം. ബർക്കൻസ് ആണ് അതിനകത്തെ ഒരു പർട്ടിക്കുലർ സംഭവം. ഈ ബർക്കൻ എന്ന് പറയുന്നത് ഒരു ക്രസൻറ്റ് ഷേപ്പിലായിരിക്കും, അതായത് പകുതി ഉള്ള ഒരു ചന്ദ്രക്കല പോലെ ഇരിക്കും ബർക്കൻസ്, ചന്ദ്രക്കല. ഓക്കെ, ദെൻ ക്രസൻറ്റ് ഷേപ്പ് എന്ന് നമ്മളതിന് പറയും, ക്രസൻറ്റ്. ദെൻ പാരബോളിക് സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, അതിൻ്റെ ഷേപ്പ് നമുക്ക് പിക്ചറിൽ കാണാം. സേഫ് ഡ്യൂൺസ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ രീതിയിൽ കാണുന്ന ഡ്യൂൺസ് ഉണ്ട്, ലീനിയർ സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, ലീനിയർ ലൈൻ പോലെ കാണപ്പെടുന്നതുണ്ട്, ട്രാൻസ്വേഴ്സ് ആയിട്ട് കാണുന്നതുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സാൻഡ് ഡ്യൂൺസ് കാണപ്പെടുന്നു. അപ്പോൾ സാൻഡ് ഡ്യൂൺസ് എങ്ങനെയാണ് ഉണ്ടാകുക? ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആണ്. വിൻഡിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ വിൻഡിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ആകുമ്പോൾ അത് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അത് പൈലപ്പ് ആവുകയും അത് പല ഫോമിലേക്ക്, പല സൈസിലേക്ക്, ഷേപ്പിലേക്ക് അവിടെ ഒരു സാൻഡ് ഡ്യൂൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഷേപ്പും സൈസും ഡിഫറെൻ്റ് ആയിരിക്കും. ബർക്കൻസ് ആണ് ഒരു പ്രധാനപ്പെട്ട സാൻഡ് ഡ്യൂൺസ്. ബർക്കൻസ് അതിന് ക്രസൻറ്റ് ഷേപ്പ് ആയിരിക്കും. നോക്കിക്കേ, വിൻഡ് ഉണ്ടാക്കുന്ന സാൻഡ് ഡ്യൂൺസിൻ്റെ പല ഷേപ്പുകളാണ് തന്നിരിക്കുന്നത്. അത് ലോഞ്ചിറ്റ്യൂഡിലുണ്ട്, ട്രാൻസ്വേഴ്സ് ഉണ്ട്, ദെൻ എന്താണ് ലീനിയർ ഉണ്ട്, ബർക്കൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിലെ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബർക്കൻസ്, ഒരു ക്രസൻറ്റ് ഷേപ്പിൽ കാണുന്നതാണ്, ക്രസൻറ്റ് ഷേപ്പാണ് ബർക്കൻസ്. ദെൻ പാരബോളിക് ആണ് സെക്കൻഡ് പിക്ചർ. തേർഡ് പിക്ചർ സേഫ് ഡ്യൂൺസ് ആണ്. സേഫ് ഡ്യൂൺസ് ആ ഷേപ്പിലിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് ആണ് നിങ്ങൾ ഫോർത്ത് വൺ കാണുന്നത്. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എല്ലാം കാണപ്പെടുന്നതാണ് ട്രാൻസ്വേഴ്സ്. ഇനിയും ലീനിയർ ഷേപ്പിൽ കാണുന്നതാണ്, ലൈൻ ഷേപ്പിൽ കാണുന്നതുണ്ടോ, അതാണ് ലീനിയർ.
ലൈൻ എന്നുള്ള വേർഡിൽ നിന്നാണ് ലീനിയർ എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ, ലോഞ്ചിറ്റ്യൂഡ് പോലെ കാണപ്പെടുന്നു, ലോഞ്ചിറ്റ്യൂഡിനൽ. ദെൻ ക്രസൻറ്റ്, ദെൻ സേഫ്. ഓൾ ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡ് ഡ്യൂൺസ്. ഇതെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഡിപ്പോസിഷനിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ലാൻഡ് ഫോംസ് 2 ടൈപ്പ് ഉണ്ട്. ഡിഫ്ലേഷനിലൂടെ ഉണ്ടാകുന്നതും ഡിപ്പോസിഷനിലൂടെ ഉണ്ടാകുന്നതും. ഡിഫ്ലേഷനിലൂടെ ഉണ്ടാകുന്ന ലാൻഡ് ഫോംസിലെ അബ്രാഷനിലൂടെ ഉണ്ടാകുന്നതാണ് മഷ്റൂം റോക്ക്. ഡിഫ്ലേഷനും അബ്രാഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും പഠിച്ചോണം. അപ്പോൾ നമ്മുടെ ഡെസേർട്സിൽ കാണപ്പെടുന്ന എല്ലാ ലാൻഡ് ഫോംസും നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റിലേക്ക് നമുക്ക് വരാം. ഡെസേർട്സിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ലാൻഡ് ഫോമാണ് ഒയാസിസ്. നമ്മൾ മരുപ്പച്ചകൾ എന്ന് പറയുന്നതാണ് ഒയാസിസ്. വാട്ട് ആർ ദ ഒയാസിസ്? വിച്ച് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ ഒയാസിസ്? മരുഭൂമിയിൽ കാണപ്പെടുന്ന വാട്ടറിൻ്റെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഒയാസിസ്. അവിടെ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ സാധിക്കും. കാരണം വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്. ഒന്നുകിൽ അവിടെ ഗ്രൗണ്ട് വാട്ടർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഏതെങ്കിലും വാട്ടർ ബോഡീസ്, റിവേഴ്സ്, ചെറിയ റിവേഴ്സ്, അവിടെ നിന്ന് കിട്ടുന്ന വാട്ടർ ആയിരിക്കാം, ഗ്രൗണ്ട് വാട്ടറും ആകാം. ഓക്കെ, അപ്പോൾ ഒയാസിസുകൾ എങ്ങനെ ഉണ്ടാകുന്നു, എന്തൊക്കെ ക്രോപ്സ് ആണ് നമുക്ക് ഒയാസിസിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക? ഒയാസിസ് ആർ ദ ഫെർട്ടൈൽ പാച്ചസ് ഇൻ ഡെസേർട്സ് ഫോംഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫ്രഷ് വാട്ടർ സോഴ്സ്. ഫ്രഷ് വാട്ടർ സോഴ്സിലൂടെ വാട്ടർ കണ്ടൻ്റ് ഉള്ള അങ്ങനെയുള്ള ഫെർട്ടൈൽ പാച്ചസ് ആണ് ഒയാസിസ്. ഡെസേർട്ടിലാണ് കാണപ്പെടുക. ഒയാസിസ് ആർ ദ ഫെർട്ടൈൽ പാച്ചസ് ഇൻ ഡെസേർട്സ്. ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഫെർട്ടൈൽ പാച്ചസ് ആണ് ഒയാസിസുകൾ. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫ്രഷ് വാട്ടർ സോഴ്സ്. They are formed because of the presence of fresh water source. They originate either on natural springs or at other groundwater source. അപ്പോൾ ഇവിടുത്തെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് 2 രീതിയിലാകാം. നാച്ചുറൽ സ്പ്രിങ്സ് അവിടെ കാണാം. എന്താണ് സ്പ്രിങ്? ചെറിയ അരുവികൾ, നാച്ചുറൽ ആയിട്ടുള്ള ചില അരുവികളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ആയിരിക്കാം. ഓക്കെ, ഒയാസിസ് വേരി ഇൻ സൈസ്. എല്ലാ ഒയാസിസുകൾക്കും ഒരേ സൈസ് അല്ല, ചിലത് ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും. നമുക്കറിയാം, മരുഭൂമിയിലൂടെ ട്രാവൽ ചെയ്യുന്ന ട്രാവലേഴ്സിനൊക്കെ അവരുടെ ഒട്ടകങ്ങൾക്ക്, ക്യാമൽസിന് വെള്ളം കുടിക്കാൻ കൊടുക്കാനും അവരുടെ കൂജകളിലൊക്കെ വെള്ളം ശേഖരിച്ച് വെക്കാനും ഒക്കെ അവർ ഉപയോഗിക്കുന്ന ഒയാസിസ് ആണ്. ഒയാസിസ് വേരി ഇൻ സൈസ്. അവിടെ നമുക്ക് കൾട്ടിവേഷൻ സാധ്യമാണ്. നമുക്കറിയാം, അത്യാവശ്യം ചെറിയ ഫെർട്ടിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മാനുവേഴ്സ് ചേർത്ത് കൊടുക്കാം, അവിടെ കൾട്ടിവേറ്റ് ചെയ്യാം. വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്, ഇറിഗേഷൻ സാധ്യമാണ്. കോട്ടൺ, സിട്രസ് പ്ലാന്റ്സ്, ദെൻ ഫ്രൂട്ട് പ്ലാന്റ്സ്, വീറ്റ്, കോൺ, ഇത്രയും ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാവുന്ന പ്രദേശങ്ങളാണ് ഒയാസിസ്. കോട്ടൺ, സിട്രസ് പ്ലാന്റ്. എന്താണ് ഈ സിട്രസ് പ്ലാന്റ്സ്? നമ്മുടെ നാരകം പോലത്തെ സിട്രസ് പ്ലാന്റ്സ് അവിടെ നന്നായിട്ട് വളരും. കാരണം അധികം വെള്ളം ആവശ്യമില്ല, ചെറിയ രീതിയിൽ വെള്ളം മതി. അതുപോലെ കോട്ടൺ അവിടെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. ഫ്രൂട്ട് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ്, ഈ മരുഭൂമിയിലൊക്കെ കാണുന്ന ഫ്രൂട്ട്സ്, പ്രധാനപ്പെട്ട പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡേറ്റ്സ് ഒക്കെ അല്ലേ, ഡേറ്റ്സിൻ്റെയൊക്കെ പ്ലാന്റ്. ദെൻ വീറ്റും കോണും ഒക്കെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാവുന്ന പ്രദേശങ്ങളാണ് ഒയാസിസ്. ഒയാസിസുകൾ എന്ന് പറയുന്നത് എന്താണ്? ഫെർട്ടൈൽ പാച്ചസ് ആണ്. They are fertile patches in deserts formed because of the presence of fresh water source, springs or this groundwater. Oases vary in size. They are good for agriculture, and we can cultivate cotton, citrus plants, fruit plants, wheat, corn, etc. in oases. Okay children, ഒയാസിസുകളെ പറ്റിയും പഠിച്ചു കഴിഞ്ഞു. നമുക്കൊരു ചിത്രം കാണാം. ഒയാസിസ്, അയ്യോ ചിത്രം ഇടാൻ ടീച്ചർ മറന്നുപോയി. നിങ്ങളുടെ ടെക്സ്റ്റ് എടുക്കുക. ചിത്രം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നതാണ്, പക്ഷേ ഇടാൻ മറന്നുപോയി. ഒയാസിസിൻ്റെ ചിത്രം പേജ് നമ്പർ 153 നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. ഒയാസിസിൻ്റെ ചിത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പഠിക്കണം. 3 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡെസേർട്സിനെ പറ്റി ഇട്ട് കഴിഞ്ഞു. 3 കണ്ടു പഠിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ദിവസം നമുക്ക് ഡെസേർട്ടിലെ ക്ലൈമറ്റുമായിട്ട് ടീച്ചർ എത്തുന്നതാണ്. താങ്ക് യു സോ മച്ച്.